ഡൽഹി പാണ്ഡവ് നഗറിൽ പിഞ്ചു കുഞ്ഞിനെ ക്രൂരപീഡനം. ട്യൂഷൻ സെന്ററിലാണ് 4 വയസ്സുകാരി പീഡനത്തിനിരയായത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വാഹനങ്ങൾ തകർത്തു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. കൊച്ചുകുട്ടിയാണ്. എന്താണ് സംഭവിച്ചത്? ആരാണ് പ്രതി? ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ഈസ്റ്റ് ഡൽഹിയിലെ പാണ്ഡവ് നഗർ മേഖലയിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്. ഈ പ്രതിഷേധത്തിനുണ്ടായ സാഹചര്യം ഇന്നലെ രാവിലെ പാണ്ഡവ് നഗറിലെ ഒരു ട്യൂഷൻ സെന്ററിൽ വെച്ച് 4 വയസ്സുകാരി ബലാത്സംഗത്തിനിരയായി. ഈ ബലാത്സംഗം ചെയ്തത് ഈ ട്യൂഷൻ സെന്ററിലെ ഒരു അധ്യാപികയുടെ സഹോദരൻ 34-കാരനാണ് ഈ 4 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തത്. പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിന്മേൽ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് പാണ്ഡവ് നഗർ മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി തന്നെ അവിടെ തുടരുന്നുണ്ട്. നിരവധി പോലീസ് ഇപ്പോൾ ആ മേഖലയിലടക്കം വിന്യസിച്ചിരിക്കുകയാണ്. പ്രതിഷേധക്കാർ നിരവധി വാഹനങ്ങളും ഇപ്പോൾ ആക്രമിച്ചതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു സുരക്ഷാ വിന്യാസം ഈ മേഖലയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ഉന്നത പോലീസ് സംഘം ഈ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പ്രതിഷേധക്കാരോട് ഇപ്പോൾ ഈ പോലീസ് സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രതികളെ പിടികൂടാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചു വരുന്നു. വൈകാതെ തന്നെ അതിലൊരു പ്രതികളെ പിടികൂടി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ പാണ്ഡവ് നഗറിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ആ മേഖലയിൽ തുടരുന്നത്. ഏതാണ്ട് ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം 5-ലധികം വാഹനങ്ങൾ ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ തകർത്തു. അതിൽ പല കാറുകളും ഇത്തരത്തിൽ. ശരി, ഡൽഹി പാണ്ഡവ് നഗറിലാണ് അതിദാരുണമായ സംഭവം. 4 വയസ്സുള്ള കുട്ടിയാണ് ട്യൂഷൻ സെന്ററിൽ വെച്ച് ബലാത്സംഗം ചെയ്തത്. വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. പോലീസ് നടപടിക്കെതിരെയും ആക്ഷേപം ഉയരുന്നു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.